CPIയെ പിടിച്ചുകുലുക്കി ഒളിക്യാമറ വിവാദം. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗത്തിന്റെയും മഹിളാ സംഘം നേതാവിന്റെയും സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തിയെന്ന് പരാതി. കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിലെ ഒളിക്യാമറ ദൃശ്യങ്ങളാണ് പരാതിക്ക് ആധാരം. ദൃശ്യങ്ങൾ സഹിതം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് പരാതി നൽകി. ആരോപണ വിധേയനായ നേതാവിനെതിരെ CPI പ്രാഥമിക നടപടിയെടുത്തു. പരാതിയുടെ പകർപ്പ് 24-ന്. ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീത്ത്, എന്താണ് ഈ ഒളിക്യാമറ വിവാദത്തിന്റെ വിശദാംശങ്ങൾ? അതായത് മഹിളാ സംഘത്തിന്റെ ഒരു വനിതാ നേതാവ് കൂടാതെ CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഇരുവരും തമ്മിലുള്ള സ്വകാര്യ ദൃശ്യങ്ങൾ, സ്വകാര്യ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നതാകട്ടെ CPIയുടെ കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ചുള്ളതാണ്. ആ ജില്ലാ കമ്മിറ്റി ഓഫീസിലെ എക്സിക്യൂട്ടീവ് റൂമിലാണ്, എക്സിക്യൂട്ടീവ് യോഗം ചേരുന്ന മുറിയിലാണ് ഇത്തരത്തിൽ ഒളിക്യാമറ സ്ഥാപിച്ചിരുന്നത്. ആ ഒളിക്യാമറയിലെ ദൃശ്യങ്ങൾ കണ്ടുവെന്നും ആ ഒളിക്യാമറയിലെ ദൃശ്യങ്ങൾ സഹിതം കൃത്യമായ രീതിയിൽ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാനം രാജേന്ദ്രന് അന്ന് തന്നെ പരാതി നൽകി. പക്ഷേ ആ ഒരു ഘട്ടത്തിൽ CPIയുടെ നേതൃത്വം ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് വീണ്ടും ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറിയായി വന്നപ്പോൾ പുതിയ പരാതിയുമായി രംഗത്തെത്തുന്നത്. കൃത്യമായ തെളിവുകൾ സെക്രട്ടറിയെ കണ്ട് ബോധ്യപ്പെടുത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന കൗൺസിൽ യോഗം കോട്ടയം ജില്ലയുടെ ചുമതലകളിൽ നിന്ന് ഈ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗത്തെ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്ന് മറുവിഭാഗം ഉന്നയിക്കുന്നുണ്ട്. അതായത് തീർത്തും CPIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സെന്ററിൽ വെച്ചാണ് ഇത്തരത്തിൽ ഒളിക്യാമറ വെച്ചിരിക്കുന്നത്. അത് എങ്ങനെയാണ് ഈ ഒളിക്യാമറ പ്രദേശത്ത് സ്ഥാപിച്ചത്, ആരാണെന്ന് കൂടി കണ്ടെത്തണമെന്നൊരു വിഭാഗം പറയുന്നു. എന്തായാലും CPIക്ക് നാണക്കേടാണ്. ഇതിന് മുൻപ് CPM-ൽ ഇത്തരത്തിൽ ഒളിക്യാമറ വിവാദം ഉണ്ടായിരുന്നു. ഗോപി കോട്ടപ്പുറയ്ക്കൽ ഉൾപ്പെട്ട ഒളിക്യാമറ വിവാദം അത് വലിയ ചർച്ചയായിരുന്നു. ആ സമയത്താണ് CPIയിൽ ഇപ്പോൾ പ്രാഥമിക നടപടി ഉണ്ടായിരിക്കുന്നത്. പക്ഷേ സംസ്ഥാന നേതൃത്വം ഇദ്ദേഹത്തിനെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ നിന്നോ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നോ ഒഴിവാക്കാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. എന്തായാലും ഈ വിഷയം വരും ദിവസങ്ങളിൽ ചൂടേറിയ ചർച്ചകൾക്ക് ഇട നൽകുമെന്ന കാര്യമാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇത് കൂടാതെ ഈ പരാതിയുടെ പകർപ്പും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ASFന്റെ മുൻ ജില്ലാ സെക്രട്ടറിയും കൃഷിമന്ത്രി ആയിരുന്ന സുനിൽകുമാറിന്റെ സ്റ്റാഫ് അംഗമൊക്കെ ആയ ആളാണ് പരാതി നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ പരാതിയുടെ പകർപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വേണു.